ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു യാത്രയാണ് നമ്മുടെ കിൽക്കിനിയിൽ നിന്ന് ഡബ്ലിനിലേക്ക്, അതും നമ്മുടെ അയർലൻഡിലെ ട്രെയിൻ സർവീസ് വഴി അഥവാ ഐറിഷ് റെയിൽ വഴി. എങ്ങനെ ഐറിഷ് റെയിൽ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് യാത്ര, നമ്മൾ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ഐറിഷ് റെയിലിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ കയറുക. ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് നമ്മൾ ഐറിഷ് റെയിലിന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കാണിക്കുന്ന ഫസ്റ്റ് ലിങ്ക്, ഐറിഷ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നേരെ ഇവരുടെ ഐറിഷ് റെയിലിൻ്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൽ നേരെ ഫ്രണ്ടിൽ തന്നെ സിമ്പിളായിട്ട് ഫ്രമും ടൂവും ഡേറ്റും എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നാണോ, കിൽക്കിനി എന്നാണെങ്കിൽ കിൽക്കിനി മക്ഡൊണാൾഡ് ജംഗ്ഷൻ ടു ഡബ്ലിൻ കൊടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇറങ്ങുന്ന ഹ്യൂസ്റ്റൺ സ്റ്റേഷനിലാണ്. അപ്പോൾ കിൽക്കിനി ടു ഡബ്ലിൻ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ്, നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് പോകേണ്ടത് ആ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സിംഗിൾ ട്രിപ്പ് കൊടുത്തിട്ട് സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 3 മണി കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്നത് 7 മണിയുടെയും 9 മണിയുടെയും ടൈമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ 7 മണിയുടെ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഫ്ലെക്സിബിൾ ടിക്കറ്റ് കൊടുക്കുക. ഫ്ലെക്സിബിൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ ബുക്ക് ടിക്കറ്റ്സ് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫ് മാനുവൽ സീറ്റ് സെലക്ഷൻ, അതിൽ മാനുവൽ സീറ്റ് സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ മേളിൽ തന്നെ നമുക്ക് ഓരോ കോച്ചസ് കാണിച്ചിട്ടുണ്ട്. ബിയിൽ 10 സീറ്റ്സ് അവൈലബിൾ ആണ്, ഡിയിൽ ഇത്ര സീറ്റ്സ് അവൈലബിൾ ആണ്, സിയിൽ എത്ര സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ സീറ്റ് നിങ്ങൾക്ക് വേണോ അത് നോക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ ബസ്സിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഏത് സീറ്റാണ് ബുക്ക് ചെയ്യണത് അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. ഈ കാണിച്ചേക്കുന്ന ചാർജിങ്ങിൻ്റെ സിമ്പിളുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ടേബിളാണ്. അപ്പോൾ ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നമ്മളിരിക്കുന്നത് 4 സീറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സീറ്റാണോ, സൈഡ് സീറ്റ് വേണമെങ്കിൽ സൈഡ് സീറ്റ്, സെൻറ്റർ സീറ്റ് വേണമെങ്കിൽ സെൻറ്റർ സീറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഏത് സീറ്റാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ സീറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സീറ്റ് സെലക്ട് ചെയ്തിട്ട് നേരെ കൺഫേം സീറ്റ് സെലക്ഷൻ വെക്കുക. ഈ ഓപ്ഷൻ വരുമ്പോൾ ജസ്റ്റ് സ്കിപ്പ് കൊടുത്താൽ മതി. ഇപ്പോൾ സൈക്കിൾ ആണെങ്കിൽ സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. സ്കിപ്പ് കൊടുത്തിട്ട് പ്രൊസീഡ് ആസ് എ ഗസ്റ്റ്, നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആ പ്രൊസീഡ് ആസ് എ ഗസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ തന്നേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ലാക്കുക. നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. അതോടൊപ്പം തന്നെ ടിക്കറ്റിനകത്ത് ഡൗൺലോഡ് QR ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഇത് നേരെ നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നേരെ നമ്മുടെ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് കൺഫേം അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്കായിരിക്കും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എല്ലാ ടിക്കറ്റ് ഡീറ്റെയിൽസും വരുന്നത്. അപ്പോൾ ഇമെയിലിനകത്ത് ഫസ്റ്റ് വന്ന് കിടപ്പുണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇമെയിലായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത്. ഉള്ള ഡീറ്റെയിൽസും ഏത് കോച്ചാണ്, എത്ര പേരാണ് പോകുന്നത്, എന്നാ പോകുന്നതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇമെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇമെയിലിനകത്ത് താഴെ ഒരു യെല്ലോ ബട്ടണിൽ റിട്രീവ് QR ടിക്കറ്റ്സ് എന്ന് പറയണം. അത് ഞെക്കുമ്പോൾ വരുന്നതാണ് നമ്മുടെ മെയിൻ ടിക്കറ്റ്. അതിനകത്താണ് നമ്മുടെ QR കോഡും ഡീറ്റെയിൽസും എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ആ ടിക്കറ്റ് കാണിക്കും, ഏത് കോച്ചാണ്, ഏത് സീറ്റാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും. അതുപോലെ തന്നെ ഈ QR കോഡ് സേവ് ആക്കി വെച്ചോ, കാരണം നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ഈ QR കോഡ് ഗേറ്റിൽ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമുക്കിത് നേരെ യാത്ര തുടങ്ങാം. അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നേരെ ഞങ്ങളുടെ കിൽക്കിനിയിലുള്ള മക്ഡൊണാൾഡ് സ്റ്റേഷനിലേക്കാണ് ഞാൻ നടന്നു ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബസ് എടുത്താൽ നേരെ ഡയറക്റ്റ് ട്രെയിൻ സ്റ്റേഷൻ ഇറക്കാവുന്ന സൗകര്യമുള്ളതുകൊണ്ട് നേരെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നു. ട്രെയിൻ സ്റ്റേഷൻ എൻട്രൻസിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമുക്ക് ടിക്കറ്റ് കിട്ടി, QR കോഡൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ടിക്കറ്റിൽ തന്നെ നമുക്ക് ഏത് കോച്ചിലാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വരെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവർ ഓപ്പൺ ആക്കി തരും. നമുക്ക് നേരെ ആ വെയിറ്റിംഗ് സ്റ്റേഷനിൽ പോയി ഇരുന്ന് ട്രെയിൻ വരണം വേണ്ടി നോക്കിയിരിക്കാം. അങ്ങനെ കുറച്ച് നേരമായി കഴിഞ്ഞ് കറക്റ്റ് സമയമൊക്കെ നമ്മുടെ ട്രെയിൻ വന്നു. ആ ട്രെയിനിൻ്റെ വെളിയിൽ തന്നെ ഓരോ കോച്ചസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A കോച്ചാണോ, B കോച്ചാണോ, C കോച്ചാണോ, E കോച്ചാണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ട്രെയിനിൻ്റെ വെളിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കോച്ചൊക്കെ കണ്ടുപിടിച്ച് പയ്യെ സമയമെടുത്ത് ലൈനൊക്കെ നിന്ന് കയറാനുള്ള തയ്യാറെടുപ്പിലായി. നമ്മുടെ സീറ്റിൻ്റെ മേളിൽ തന്നെ നമ്മുടെ പേര് കാണും. എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൻ്റെ മേളിൽ നമ്മുടെ പേര് ഓൾറെഡി അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട, വേറെ ആരും നമ്മുടെ സീറ്റ് വന്നിരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പേര് കാണിച്ച് അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കാണിച്ച് അവരെടുത്ത് നോർമലായിട്ട് പറഞ്ഞാൽ അത് മാറാൻ വേണ്ടി അവർ മാറിത്തരും. വേറെ ഒരു ടെൻഷനും ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ മേളിൽ നമ്മുടെ പേരും കാണും. അങ്ങനെ കറക്റ്റ് സമയമൊക്കെ ആയി നമ്മുടെ ട്രെയിൻ എടുത്തു. ഞാൻ കിൽക്കിനിയിൽ നിന്ന് കയറിയത് 11:47 ഡബ്ലിനിൽ ഒരു 1:15 അല്ലെങ്കിൽ 1:45 ടൈമൊക്കെ ആകുമ്പോൾ എത്തുന്ന രീതിയിലാണ്. നമ്മുടെ കിൽക്കിനി ടു ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ ഒറ്റ സ്റ്റോപ്പാണ്, കാരണം കിൽക്കിനി ലാസ്റ്റ് സ്റ്റേഷനും ഡബ്ലിൻ ഹ്യൂസ്റ്റൺ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇന്ത്യ ഡെയിലി 2-3 സ്റ്റേഷൻസ് വരുന്നുണ്ട് സ്റ്റോപ്പായിട്ട്. ഒരെണ്ണം ബാംഗ്ലൂർ ടൗൺ, പിന്നെ കാർലോ, പിന്നെ കിൽഡെയർ, പിന്നെ വരുന്നത് നമ്മുടെ ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ. അപ്പോൾ കിൽക്കിനി ടു ഹ്യൂസ്റ്റൺ ഡെയിലി ഈ 3 സ്റ്റേഷൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ നിർത്തി, കാർലോയിൽ നിർത്തി, ബാംഗ്ലൂർ ടൗണിൽ നിർത്തി, കിൽഡെയറിൽ നിർത്തി ഡയറക്റ്റ് ഡബ്ലിൻ ഹ്യൂസ്റ്റണിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാർലോയിലേക്ക് പോകണമെന്നാണെങ്കിലും ഈ ഐറിഷ് റെയിലിൽ കിൽക്കിനി ടു കാർലോ അടിച്ചാലും മതി. ഇപ്പോൾ കിൽഡെയറിലേക്കാണെങ്കിൽ കിൽഡെയർ ടു കിൽക്കിനി ടു കിൽഡെയർ അടിച്ചാലും മതി. അങ്ങനെ കറക്റ്റ് ടൈം 1:45 ആയപ്പോഴത്തേക്കും നമ്മുടെ ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ എത്തി. ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷനാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷനായിട്ട് വരുന്നത്, കിൽക്കിനി ടു ഡബ്ലിൻ. അപ്പോൾ അങ്ങനെ കറക്റ്റ് സമയത്ത്
ഇറങ്ങി. നമുക്ക് ടോയ്ലറ്റ് സൗകര്യമാണെങ്കിൽ ടോയ്ലറ്റ് സൗകര്യവും നടക്കാം. അതുപോലെ തന്നെ സൈക്കിൾസും, നിങ്ങൾക്ക് ബൈസൈക്കിളും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബൈസൈക്കിൾ വെക്കാനുള്ള സൗകര്യം എല്ലാം ട്രെയിനിലുണ്ട്. അതോടൊപ്പം തന്നെ ചാർജിങ് സ്റ്റേഷൻസും വൈഫൈസും എല്ലാ സൗകര്യങ്ങളും തരുന്ന ഒരു അടിപൊളി ട്രെയിൻ യാത്രയായിരുന്നു. ഇതാണ് നമ്മുടെ ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ. ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റേഷനാണ്. പല ഏരിയയിൽ നിന്നും വരുന്ന ട്രെയിൻസാണ് അവിടെ വരുന്നത്. അങ്ങനെ നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് കിൽക്കിനി എന്ന ഡബ്ലിനിലെത്തി. ഒരു പ്രത്യേകതരം ഫീലാണ്, അല്ലെങ്കിൽ പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ട്രെയിൻ യാത്ര. എപ്പോഴും ഞാൻ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ വഴി ട്രെയിനിൽ നമ്മളിന്ന് ട്രൈ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഹ്യൂസ്റ്റണിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ കാണിക്കുന്ന സ്കാനിങ് മെഷീനിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യേണ്ടത്. നമ്മുടെ QR കോഡ് തന്നിരിക്കുന്ന QR കോഡ് അതിൽ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഹ്യൂസ്റ്റൺ സ്റ്റേഷനിൽ ഇറങ്ങാൻ. അപ്പോൾ അതായിരുന്നു നമ്മുടെ സിമ്പിൾ ട്രെയിൻ യാത്ര. ഇപ്പോൾ ബസ് നിങ്ങൾ യാത്ര ചെയ്ത് മടുത്തിട്ടുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ദ ഐറിഷ് റെയിൽ. അടിപൊളി യാത്രയാണ്, ഫാസ്റ്റാണ്, ക്യുക്കാണ്. അതോടൊപ്പം തന്നെ ബസ് ഇരുന്ന് മടുക്കണേക്കാളും ട്രെയിനിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കാം. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റി യാത്ര എക്സ്പീരിയൻസ് ആണെങ്കിൽ ട്രൈ ഔട്ട് ദ ഐറിഷ് റെയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഡബ്ലിൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ. ഈ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ്റെ ബാക്കിലാണ് ഞാൻ വന്നിറങ്ങിയത്. ഇതിൻ്റെ ഫ്രണ്ട് പറയുന്നത് ഇപ്പുറത്തെ സൈഡാണ്. അപ്പോൾ ഞാൻ വന്നിറങ്ങുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിൽ പോലും എല്ലാ ബസ് സർവീസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സിറ്റി സെൻറ്ററിലേക്ക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൗണ്ടിലേക്ക് പോകാനാണെങ്കിലും എല്ലാ ബസ് സ്റ്റോപ്സ് വരുന്നുണ്ട് ഹ്യൂസ്റ്റൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഐറിഷ് റെയിലിനെ പറ്റി ഡൗട്ടുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്. ആൻഡ് അപ്പോൾ ഇതാണ് നമ്മൾ കിൽക്കിനി ടു ഡബ്ലിനിൽ വന്ന ഐറിഷ് റെയിൽ യാത്ര. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ താങ്ക് യു.